ഇടതുപക്ഷത്തിന് അനുകൂലമായ കാറ്റ് അത് എത്രത്തോളം ആഞ്ഞു വീശു എന്നുള്ളതാണ്. ലിൻഡോയാണ് സിറ്റിംഗ് MLA. സൈക്ക് പറഞ്ഞു, നമുക്ക് ലിൻഡോ എന്ന് പറയുമ്പോൾ തന്നെ വൈകാരികമായ ചില കാര്യങ്ങൾ അതിൽ ഘടകങ്ങളുണ്ട്. കാരണം ഈ പ്രളയകാലത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കിടെയാണ് ലിൻഡോയ്ക്ക് ഒരു അപകടം സംഭവിക്കുന്നതും ഒരു കാലിന് സ്വാധീനക്കുറവുണ്ടാവുന്നതൊക്കെ. അപ്പോൾ ലിൻഡോ തന്നെ അന്ന് പറയുന്നുണ്ട്, 2021 പ്രചാരണങ്ങൾ എല്ലാ വീടുകളിലൊന്നും എനിക്ക് ഈ കാലുകൊണ്ട് എത്താൻ പറ്റില്ല, ഒരു ഊന്നുവടിയുമായിട്ട് എത്തേണ്ട ചിലയിടങ്ങളിൽ എത്തി എന്നാണ് പറയുന്നത്. ഇപ്പം CPM-നെ സംബന്ധിച്ച് ഒരു നേതൃമുഖങ്ങളിലൊന്നും ലിൻഡോനെ കണ്ടില്ലെങ്കിലും ചാനൽ ചർച്ചകളിലെ ഒരു തീപ്പൊരി നേതാവായിട്ടൊന്നും പ്രത്യക്ഷപ്പെട്ടിട്ടില്ലെങ്കിലും തിരുവമ്പാടിയെ സംബന്ധിച്ച് ലിൻഡോ വളരെ പ്രിയപ്പെട്ട നേതാവാണ്. ഓരോ ആളുകൾക്കും ലിൻഡോയെ അത്രയേറെ പ്രിയപ്പെട്ടതാണെന്ന് ആ പ്രചാരണ സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ള ചില പ്രതികരണങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നത് ഇടതുപക്ഷത്തിന്റെ കയ്യിലുള്ള തിരുവമ്പാടിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല വജ്രായുധം അത് ലിൻഡോ ജോസഫ് MLA തന്നെയാണ്. ഒരുപക്ഷെ മത്തായി ചാക്കോ, നേരത്തെ ഷഫീഖ് സൂചിപ്പിച്ചതുപോലെ മത്തായി ചാക്കോ മലയോരത്തിന്റെ, കോഴിക്കോടിന്റെ, കേരളത്തിന്റെ ഒക്കെ ഒരു പ്രിയപ്പെട്ട നേതാവായി നിന്ന ഒരു കാലത്തിന് ശേഷം അടിമുടി പാർട്ടിക്കാരനായ, അടിമുടി തിരുവമ്പാടിക്കാരനായ ഒരു യുവ നേതാവ് SFIയിലൂടെ വളർന്ന് DYFIയിലൂടെ തിളങ്ങി നിൽക്കുന്ന സമയത്ത് പിന്നീട് പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ലിൻഡോ ജോസഫ് എന്ന് പറയുന്ന യുവ നേതാവിനെ 2021 കേരളം കണ്ടു. ഇനിയിപ്പോൾ 2026 തിരുവമ്പാടി മണ്ഡലത്തിൽ അത് നിലനിർത്തണം എന്ന് അത്രയധികം ആഗ്രഹിക്കുന്ന ഇടതുപക്ഷത്തിന് അവിടെ നിർത്താവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി അത് ലിൻഡോ ജോസഫ് തന്നെയായിരിക്കും. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു സംശയത്തിനും ഇടയില്ല, ലിൻഡോ ജോസഫിനെ തന്നെയായിരിക്കും വീണ്ടും ഇടതുപക്ഷം തിരുവമ്പാടിയിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത്. ലിൻഡോയെക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. ഈ ഒരു കാലത്തിൻ്റെ എല്ലാ സാധ്യതകളെയും വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന, എല്ലായിടത്തേക്കും ഓടിയെത്തുന്ന, എല്ലായിടത്തും സജീവമായി നിറഞ്ഞു നിൽക്കുന്ന, ഇപ്പോൾ തിരുവമ്പാടിയിൽ മാത്രമല്ല മറ്റിടങ്ങളിൽ പോലും കേരളത്തിലാകെ നിയമസഭയിലായാലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു യുവ MLA ആണ് ലിൻഡോ ജോസഫ്. എണ്ണം പറഞ്ഞ ഇടതുപക്ഷ MLA-മാരിൽ നമുക്ക് എടുത്തു കാണിക്കാവുന്ന ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ നടത്തിയിട്ടുള്ള സർവേ തന്നെയാണ്. ലിൻഡോ തുടക്കത്തിൽ നല്ലൊരു സ്പോർട്സ് താരം കൂടിയായിരുന്നു. ഈ രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്പോർട്സ് താരമായിരുന്നു. മലയോരത്തിൻ്റെ എല്ലാ രീതിയിലും വളർന്നു വന്ന, അവിടുത്തെ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തിയ ഒരു ചെറുപ്പക്കാരനായിരുന്നു. SFIയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ മികച്ചൊരു കായിക താരമായി വളർന്നു വരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ വളരെ ശ്രദ്ധേയമായൊരു സംഭവം ഉണ്ടാകുന്ന. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2019 ഒരു പ്രളയകാലത്ത്, അന്ന് നമുക്കറിയാം എല്ലാ നാട് മൊത്തം നിശ്ചലമാകുന്നു, യുവ ജനസംഘടനകളൊക്കെ രക്ഷാപ്രവർത്തകരായി രംഗത്തിറങ്ങിയ ഒരു സമയത്ത് ഒരു രോഗിയുമായി ആംബുലൻസിൽ, അതിൽ പള്ളിയുടെ ഒരു ആംബുലൻസ് ഡ്രൈവറായിരുന്നു ലിൻഡോ, അത് ആ കുടുംബം ആവശ്യപ്പെട്ടതനുസരിച്ച് അവരുമായി ആശുപത്രിയിലേക്ക് പോകുമ്പോൾ സംഭവിച്ച ഒരു അപകടമാണ് നേരത്തെ റോഷിനി പറഞ്ഞതുപോലെ പോസിറ്റീവായി കണ്ടുകൊണ്ട് അങ്ങനെ വീട്ടിലിരിക്കാതെ അദ്ദേഹം പിന്നീട് ആ സ്വാധീനക്കുറവുള്ള കാലം വെച്ചാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. കൂടരഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം തിരുവമ്പാടിയിൽ മാസങ്ങൾക്ക് ശേഷം തന്നെ മത്സരിക്കുന്നത്, അവിടെ വിജയിക്കുന്നത്. അന്ന് അദ്ദേഹത്തിന് എല്ലാ വീടുകളിലും കയറി പ്രചാരണം നടത്താനൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നീട് ഈ സ്വാധീനക്കുറവിൻ്റെ പേരിൽ തന്നെ അദ്ദേഹം വലിയ രീതിയിൽ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. ഈ അടുത്ത് പോലും അദ്ദേഹത്തിൻ്റെ സ്വാധീനക്കുറവിനെ പരിഹസിക്കുന്ന പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അത് അധിക്ഷേപമായി കണ്ട് കേരളം ഒന്നടങ്കം അതിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ട്. അന്ന് പോലീസ് കേസെടുക്കുമ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ പോയി അധിക്ഷേപിച്ച ആളോട് ക്ഷമിച്ച് അദ്ദേഹത്തോടൊപ്പം ചായ കുടിച്ച് പിരിഞ്ഞ ഒരു ലിൻഡോ ജോസഫിനെയാണ് നമ്മൾ കാണുന്നത്. ഇനി അതൊക്കെ നമുക്ക് മാറ്റി നിർത്താം. തിരുവമ്പാടി മണ്ഡലത്തിൽ ഏത് പ്രശ്നത്തിനും ഇപ്പോൾ സഭയുമായിട്ടുള്ള ബന്ധം പറഞ്ഞു, സഭാ നേതാക്കളുമായിട്ടൊക്കെ നല്ല ബന്ധം, അവിടുത്തെ ഏത് പ്രശ്നത്തിലും കുട്ടികൾ വിളിച്ചാൽ പോലും ഓടിയെത്തുന്ന ഒരു MLA ആണ് ലിൻഡോ ജോസഫ്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇന്നത്തെ കാലത്ത് സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ഉപയോഗിക്കുന്ന ഒരാൾ കൂടിയാണ്. അത് ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹം ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ പറയാൻ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. അദ്ദേഹം അത് വളരെ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി അതിൽ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിൽ അദ്ദേഹം ആ രീതിയിൽ തന്നെ ഇടപെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരിക്കൽ ധ്യാൻ ശ്രീനിവാസനാണെന്ന് തോന്നുന്നു, തിരുവമ്പാടി മണ്ഡലം ഒരു ഓളം കേറ മൂലയാണ് എന്നൊക്കെ പറഞ്ഞ് ഏതോ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ സമയത്ത് എന്താണ് തിരുവമ്പാടി മണ്ഡലം എന്നതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു കുറിപ്പ് അദ്ദേഹം വിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ അത്ഭുതപ്പെട്ടു, ഇത്രയും ടൂറിസത്തിൻ്റെ വലിയ സാധ്യതകളുള്ള, വികസനത്തിൻ്റെ അനന്ത സാധ്യതകളുള്ള ഒരു മണ്ഡലമാണോ തിരുവമ്പാടി എന്നൊക്കെ തോന്നിപ്പോകും. ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു തിരുവമ്പാടിയെക്കുറിച്ച് നമ്മൾ ഒരുപക്ഷെ കൂടുതൽ അറിഞ്ഞത് ലിൻഡോ തന്നെ പങ്കുവയ്ക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജുകളിലൂടെയും ഒക്കെയാണ്. ഇനി അതെല്ലാം നമുക്ക് മാറ്റി നിർത്താം. ഇപ്പോൾ ഇടതുപക്ഷം തന്നെ ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വെക്കുന്ന വികസന പദ്ധതിയിൽ ഒന്നാണ് ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. ആ തുരങ്കപാത ആ മലയോര ഗ്രാമത്തിന് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം. അന്നിപ്പോൾ കേരളയിൽ വന്ന സമയത്ത് നമ്മുടെ ഒരു MLA പറഞ്ഞല്ലോ, ആർക്കാണ് ഇത്ര ധൃതി പോകാനെന്ന്. അതൊരു പക്ഷെ തിരുവമ്പാടിക്കാർ പറയില്ല, അല്ലെങ്കിൽ വയനാട്ടിലുള്ള ആളുകൾ പറയില്ല. അവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ഒരു തവണയെങ്കിലും നമ്മൾ വയനാട് ചുരത്തിൽ ബ്ലോക്കിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വയനാട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ
കോഴിക്കോടേക്ക് എത്താൻ കഴിയാതെ അവിടെ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയാം ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ആവശ്യകത എന്താണെന്ന്. ഇന്നിപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും നിർണായക ഘട്ടത്തിലാണ്. അത് തുടങ്ങാൻ പോകുന്നു. അവിടെ രൂപീകരിച്ച സമിതി 500 അംഗ സമിതിയുടെ ചെയർമാനാണ് ലിൻഡോ ജോസഫ്. അതിൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് തുടരണമെങ്കിൽ സ്വാഭാവികമായും തിരുവമ്പാടിക്കാർക്ക് ലിൻഡോ ജോസഫിൻ്റെ ആ ഒരു നേതൃമികവ്, ഒരു സംഘാടക മികവ് ആവശ്യമാണ് എന്നവർ ചിന്തിച്ചേക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് മലയോര ഹൈവേയും അതെ, മലയോര ജനതയും അവർ ഏറ്റെടുക്കുന്നു. അതോടൊപ്പം ലിൻഡോയുടെ ഈ തവണത്തെ തന്നെ ലിൻഡോ പ്രധാന ഒരു നേട്ടമായി അവതരിപ്പിക്കുന്നു. അവിടെ കുറേ കുടുംബങ്ങൾക്ക് പട്ടയം കൊടുക്കുന്നു. അതൊക്കെ നമുക്ക് ചെറിയ കാര്യമാണ്, എല്ലായിടത്തും ചെയ്യുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ പോലും ഒരു MLA നമ്മൾ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായും അതൊക്കെ അദ്ദേഹത്തിന് പോസിറ്റീവ് ഘടകമായി മാറാം. ഞാൻ പറയുന്നത് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾക്ക് ഇപ്പോഴും ലിൻഡോ ജോസഫ് അവിടെ ഒരു ഓപ്ഷനായി വരാം. അവർക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ലിൻഡോ ജോസഫ് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് അവിടെ കിട്ടാവുന്ന ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ലിൻഡോ ജോസഫ്. നേരത്തെ പറഞ്ഞ ലീഗ് ഒരു കുത്തകയാക്കി വെച്ച മണ്ഡലത്തിൽ ഒരു തുടർ വിജയം അവർ പ്രതീക്ഷിക്കുന്നതും അതുകൊണ്ട് കൂടിയാണ്. ലിൻഡോ അത്രമേൽ കരുത്തനാണ്. ഇനിയിപ്പോൾ UDF കോൺഗ്രസ് ഏറ്റെടുത്ത് ഇനി VS ജോയി ആണ് വരുന്നതെങ്കിൽ ഞാൻ പറയും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നല്ല മത്സരം നടക്കുന്ന 2 യുവ നേതാക്കൾ തമ്മിൽ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായി തിരുവമ്പാടി മാറുകയും ചെയ്യും. ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് വന്നാലും ലിൻഡോയുടെ ജനകീയത എന്നുള്ളത് ഒരു പ്ലസ് പോയിന്റായി തന്നെ LDFനവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും സായികുമാർ പറഞ്ഞ ചില ഘടകങ്ങൾ ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട് ലിൻഡോനെ കുറിച്ച്. ഇപ്പോൾ ലിൻഡോ 2021 പ്രചാരണം നടത്തുന്ന സമയത്തെ ചില വീഡിയോകൾ ഞാൻ എടുത്ത് കണ്ടതാണ്. അതിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യം, ഇപ്പോൾ ഒരു MLA ഒരു നേതാവ് പ്രചാരണത്തിന് ഇറങ്ങുമ്പോൾ കൂടെ കക്ഷി നേതാക്കളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റ് ആ സ്ഥലത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ കൂടെ ചേരുന്ന് കാണാം. പക്ഷേ ലിൻഡോയുടെ കൂടെ എല്ലാ പ്രചാരണത്തിനും കുട്ടികളെയാണ് ഞാൻ കൂടെ കാണുന്നത്. മാത്രമല്ല ലിൻഡോ കൂടുതൽ ജനകീയനാവുന്നത് കുട്ടികൾക്ക് പ്രിയപ്പെട്ട നേതാവാണ് എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. ഈ വേനൽക്കാല അവധിക്കാലത്തൊക്കെ കുട്ടികൾ തുടങ്ങുന്ന ചില പെട്ടിക്കടകളൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ പോലും എത്തുന്ന ഒരു MLA. അത് അങ്ങനെ ഒരു MLA കുറിച്ച് കേരളത്തിൽ വേറൊരു MLA കുറിച്ച് കേട്ടിട്ടില്ല. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത കൂടി ലിൻഡോയ്ക്കുണ്ട്. മറ്റൊരു കാര്യം, ലിൻഡോയെ എത്രത്തോളം പരിഹസിച്ചിട്ടുണ്ടോ അതൊക്കെ ലിൻഡോയ്ക്ക് അനുകൂലമായാണ് മാറിയിട്ടുള്ളത്.